ഹലോ സ്റ്റുഡൻസ്, നമുക്ക് സിലബസിലുള്ള പോർഷൻസ് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഇത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന പോർഷൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാം. ഇതൊന്നും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് കരുതാം. എന്തായാലും വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ 2-3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിനെയാണ് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ അസംബ്ലി ലാംഗ്വേജസിനെ, തേർഡ് ജനറേഷൻ ഹൈ ലെവൽ ലാംഗ്വേജസിനെ. ഇതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന ലാംഗ്വേജാണ് പഠിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ മെഷീൻ ലാംഗ്വേജ്. ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഇതിനെ ബൈനറി ലാംഗ്വേജ്, ബൈനറി കോഡ് എന്നൊക്കെ പറയും. ഇതിലാകെ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, 0ഉം 1ഉം. ഈ 2 ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കോഡ് ആക്ച്വലി ഉണ്ടാക്കുന്നത്, 0s and 1s. അപ്പം ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻസിന് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയാം, അല്ലെങ്കിൽ നേറ്റീവായിട്ട് മെഷീൻസിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. ഈ മെഷീൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡിനെ ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനെ വേറെ ഒന്നിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുക ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് അതിന് കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാം. ആ ലാംഗ്വേജിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. അതായത് ബാക്കിയുള്ള അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജസ് ഒന്നും കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി മനസ്സിലാവത്തില്ല. ഈ അസംബ്ലി ലാംഗ്വേജിലും ഹൈ ലെവൽ ലാംഗ്വേജസിലും എഴുതിയിരിക്കുന്ന കോഡ്സിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. കാരണം മെഷീൻ ലാംഗ്വേജിലുള്ള കോഡ്സ് മാത്രമേ കമ്പ്യൂട്ടർ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഈ മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻ്റ് ആണ്. കമ്പ്യൂട്ടർ ഇൻഡിപെൻഡൻ്റ് അല്ല, കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഓരോ കമ്പ്യൂട്ടറിനും അല്ലെങ്കിൽ ഓരോ മെഷീനും ഓരോ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം, ഓരോ ടൈപ്പ് ഓഫ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. വളരെ വേഗമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇൻ്റൽ പ്രൊസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന മെഷീൻ ലാംഗ്വേജ് ആയിരിക്കത്തില്ല മേ ബി AMD പ്രൊസസ്സറുള്ള ഒരു കമ്പ്യൂട്ടർ. അപ്പം ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. ഓരോ ഹാർഡ്വെയറിനും ഓരോ ടൈപ്പ് ഓഫ് ഹാർഡ്വെയറിനും ഡിഫറെൻറ്റ് മെഷീൻ ലാംഗ്വേജസ് വേണ്ടി വരും. അപ്പോൾ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് മെഷീൻ ലാംഗ്വേജ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ്. നമുക്ക് പ്രോഗ്രാമർ കോഡ് എഴുതാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിനുള്ള കോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മാത്രമല്ല ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കോഡ്സൊക്കെ എഴുതാനായിട്ട്, പ്രോഗ്രാം എഴുതാനായിട്ട് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മെഷീൻ ലാംഗ്വേജിനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്താണ് അസംബ്ലി ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ അസംബ്ലി ലാംഗ്വേജസിൽ 0s and 1s മാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വേർഡ്സൊക്കെ, ചെറിയ ചെറിയ വേർഡ്സൊക്കെ, ആൻഡ്, സ്റ്റാർട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ വേർഡ്സൊക്കെ യൂസ് ചെയ്താണ് ഈ അസംബ്ലി ലാംഗ്വേജസിൽ കോഡ്സ് എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഇതും അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതും പാട് തന്നെയാണ്, പ്രോഗ്രാം എഴുതാൻ പാട് തന്നെയായിരുന്നു. പ്രോഗ്രാം മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇതും കമ്പ്യൂട്ടർ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അസംബ്ലി ലാംഗ്വേജ്. രണ്ടാമത് ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. ഈ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ കോഡാണെങ്കിലും അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താലേ എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം അസംബ്ലി ലാംഗ്വേജ് മെഷീൻസിന്, കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഈ അസംബ്ലി ലാംഗ്വേജിന് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡെവലപ്മെൻറ്റ്സ് വന്ന് ഹൈ ലെവൽ ലാംഗ്വേജസ് ഒറിജിനേറ്റ് ചെയ്തത്. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കും, ഈസി ആയിട്ട് പഠിക്കാനൊക്കും, ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതാനൊക്കും, വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രാം എഴുതാനും ഒക്കും, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാനും ഒക്കും. മേ ബി C പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ ജാവയോ പഠിച്ചിട്ടുള്ള ആൾക്കാണെങ്കിലും C++ലുള്ള പ്രോഗ്രാം കണ്ടാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനുണ്ട്. കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. പക്ഷേ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇപ്പോൾ ഇൻ്റൽ പ്രൊസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു C++ അല്ലെങ്കിൽ Cയുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് AMD പ്രൊസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറിലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ വിൻഡോസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ സെയിം C++ പ്രോഗ്രാം തന്നെ നമുക്ക് ലിനക്സ് സിസ്റ്റത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും.
അപ്പം അങ്ങനെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പം 3 ജനറേഷൻ ഓഫ് ലാംഗ്വേജസ് ഉണ്ട്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത്. അസംബ്ലി ലാംഗ്വേജസ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറേ ഇല്ല. ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഴ്സ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. അത് നമുക്ക് ഈ സ്ലൈഡിൽ പഠിക്കാം. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇപ്പം കണ്ടതുപോലെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്നൊക്കെ പറയും പോലെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും. അത് കണ്ടറിയാം. ഹൈ ലെവൽ ലാംഗ്വേജസിൽ കുറച്ച് സോഫ്റ്റ്വെയർ ലാംഗ്വേജസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. C++, ജാവ, പൈത്തോൺ, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ലോ ലെവൽ ലാംഗ്വേജസിൻ്റെ അകത്ത് 2 കാറ്റഗറി ഓഫ് ലാംഗ്വേജസ് ആണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്: മെഷീൻ ലാംഗ്വേജസും അസംബ്ലി ലാംഗ്വേജസും. ഈ 2 ലാംഗ്വേജസിനെ സാധാരണ ലോ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതേസമയം ഈ കാണുന്ന പ്രോഗ്രാംസിന്, അതായത് കുറച്ച് ഹയർ ഫീച്ചേഴ്സൊക്കെയുള്ള ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ലാംഗ്വേജസിനെ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ആ കോഡിനെ, ആ പ്രോഗ്രാമിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ ഒരു പ്രോഗ്രാം എഴുതുന്നുവെങ്കിൽ ആ പ്രോഗ്രാമിനെ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമിനെ സോഴ്സ് കോഡ് എന്ന് പറയും. അതിനെ ഈ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ മെഷീൻ ലാംഗ്വേജിൽ ഉള്ള കോഡിനെ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. അതായത് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെഷീൻ ലാംഗ്വേജിലുള്ള കോഡിനെ ഒബ്ജക്റ്റ് കോഡ് എന്നാണ് പറയുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള എഴുതിയിട്ടുള്ള പ്രോഗ്രാമിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ അസംബ്ലർ എന്നാണ് പറയുന്നത്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിന് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയും. ഇത് രണ്ടാണ്, കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും രണ്ടാണ്. അപ്പോൾ ഈ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ചാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ടേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ആണ് ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും. സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെയാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ C++ഉം സിയിലും ജാവയിലും ഒക്കെ കമ്പൈലറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഏത് ലാംഗ്വേജിന് ഏതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസിന് ചിലത് കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്, മറ്റ് ചിലത് ഇൻ്റർപ്രറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏതാണ് ഏതിനാണ് എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ C++ന് സാധാരണ കമ്പൈലർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ കോറായിട്ട് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിൽ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചാണ് ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാമിന് ചിലപ്പോൾ ഈ ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയെന്ന് ചോദിക്കും. ഞാനിവിടെ ഒരു 8 ഡിഫറൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 10 മാർക്സിനൊന്നും ചോദിക്കാൻ പോകുന്നില്ല, മേ ബി 3 or 4 മാർക്സിന് ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഓർമ്മയിലുള്ള ഒരു 4-5 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അല്ലാതെ കാണാപ്പാടമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 8 പോയിൻറ്റ്സും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 പോയിൻറ്റ്സ് ഓർമ്മ കാണും നിങ്ങൾക്ക് മിക്കവാറും. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലോ ലെവൽ ലാംഗ്വേജസ്, അതായത് ഈ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജസ് മെഷീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതായത് പ്രോഗ്രാമർ ഫ്രണ്ട്ലി അല്ല, മെഷീൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജസിനെയാണ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാനൊക്കും ആ പ്രോഗ്രാം കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കും അങ്ങനത്തെ ലാംഗ്വേജസിനെയാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ്. പിന്നെ ഉള്ളത് ലോ ലെവൽ ലാംഗ്വേജസ് ആണെങ്കിൽ ഹൈ മെമ്മറി എഫിഷ്യൻ്റ് ആണ്. അതായത് വളരെ കുറച്ച് സ്പേസ് ഈ ലോ ലെവൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ തന്നെ 0ഉം 1ഉം മാത്രമേ അതിൽ ഉപയോഗിക്കുന്നുള്ളൂ കോഡ് എഴുതാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് വേണ്ടി വരുന്നില്ല മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ മെമ്മറി എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസ്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണെങ്കിൽ കൂടുതൽ സ്പേസ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ലെസ് മെമ്മറി എഫിഷ്യൻ്റ് എന്ന് പറയാം. പിന്നെ ലോ ലെവൽ ലാംഗ്വേജസ് വളരെ ഡിഫിക്കൽട്ടാണ്, മനസ്സിലാക്കാനായിട്ട് വളരെ ടഫാണ്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസ് വളരെ ഈസിയാണ്. പിന്നെ പോർട്ടബിൾ.
ഈ ലോ ലെവൽ ലാംഗ്വേജസ്, അതായത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നോൺ പോർട്ടബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിൻ്റെ പ്രൊസസ്സറുള്ള ഒരു കമ്പ്യൂട്ടറിലുള്ള എഴുതിയ മെഷീൻ ലാംഗ്വേജിൽ എഴുതിയ കോഡിന് നമുക്ക് AMD പ്രൊസസ്സറുള്ള കമ്പ്യൂട്ടറിൽ റൺ ആവത്തില്ല. അപ്പോൾ അത് പോർട്ടബിലിറ്റി ഇല്ല എന്ന് പറയാം. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഏത് കമ്പ്യൂട്ടറിലും റൺ ചെയ്ത പ്രോഗ്രാം ആയിരുന്നാലും മറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസ് പോർട്ടബിൾ ആണ്, ലോ ലെവൽ ലാംഗ്വേജസ് പോർട്ടബിൾ അല്ല. പിന്നെ ലോ ലെവൽ ലാംഗ്വേജസ് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജസ് എന്നാണ് ഇൻഡിപെൻഡൻ്റ് ആണ്, മെഷീനിന് ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ക്യാൻ റൺ ഓൺ എനി പ്ലാറ്റ്ഫോം. പിന്നെ ഈ ലോ ലെവൽ ലാംഗ്വേജസിൽ ഈ അസംബ്ലർ ഉപയോഗിച്ചാണ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതേസമയം ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചാണ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഈ ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്, ലോ ലെവൽ ലാംഗ്വേജസ് ആണ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു 8 എണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 എണ്ണം എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയായിരിക്കും എന്ന് കരുതുന്നു. അറിയാവുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പോയിന്റ്സ് ഒന്നും കാണാതെ പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഒരു ഡിഫറൻസ് ആണ് കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതും മേ ബി 4 മാർക്സിലെല്ലാം ചോദിക്കാം, 10 മാർക്സ് ഒന്നും ചോദിക്കത്തില്ല, 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് വലിയൊരു ഡിഫറൻസ്. ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഈ രണ്ടും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന പ്രോഗ്രാംസ് ഉപയോഗിക്കുന്നത്. ഈ കമ്പൈലർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിക്കുന്ന C++, C# എന്നീ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്കാല എന്ന് പറയുന്ന ഇങ്ങനത്തെ ലാംഗ്വേജസിനാണ് കമ്പൈലർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിക്കുന്നത്. അതേസമയം ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ PHP, Perl, Python പോലുള്ള ലാംഗ്വേജസിനാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടിനും 2 അപ്രോച്ചാണുള്ളത്. ഈ കമ്പൈലറിനും ഇൻ്റർപ്രറ്ററിനും രണ്ട് അപ്രോച്ചാണുള്ളത്. ഇൻ്റർപ്രറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാംസ് ഒരു 10-20 ലൈൻസ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ലൈനിനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കും, എന്നിട്ട് ആ ലൈനിനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ലൈനിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മൂന്നാമത്തെ ലൈനിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു അപ്രോച്ചാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം കമ്പൈലറിലാണെങ്കിൽ ഒരു 20 ലൈൻസ് ഉള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അതിനെ ഒരുമിച്ച് ഒരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ മുഴുവനെ ഒരുമിച്ചാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട്. എത്ര ലൈൻസ് ഉള്ള കോഡായിരുന്നാലും അതിനെ ഒരുമിച്ച് മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കത്തില്ല കൺസിഡർ ചെയ്യുന്നത്, ആ പ്രോഗ്രാമിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ മുഴുവൻ ഒരുമിച്ച് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു രീതിയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു രീതിയാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്യുന്നത്. അത് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ ഇൻ്റർപ്രറ്റർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർപ്രറ്റർ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും. അതേസമയം കമ്പൈലർ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആയിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് തീരാനുള്ളത്. നമ്മൾ ഈ സാധാരണ ഒരു പ്രോഗ്രാം റൺ ചെയ്യുക എന്നതിന് നമ്മൾ സാധാരണ കാഷ്വലായിട്ട് കമ്പൈൽ ചെയ്യുക എന്നൊക്കെ പറയും. ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് നമ്മൾ സാധാരണ കമ്പൈൽ ചെയ്യുക എന്ന് നമ്മൾ സാധാരണ കാഷ്വലായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കമ്പൈലറിനെയാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം നടക്കുന്നത് കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഭവം നടക്കുന്നത് ആ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നൊരു വർക്കാണ് കമ്പൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം കമ്പൈലർ ആണെങ്കിൽ ഓരോ ഡിഫറൻസ് ഓരോന്നായിട്ട് ഞാനിവിടെ പറയാം. കമ്പൈലർ ആണെങ്കിൽ ടേക്സ് ആൻഡ് പ്രോഗ്രാം അറ്റ് എ ടൈം, ഇതിലാണെങ്കിൽ ലൈൻ ബൈ ലൈൻ സിംഗിൾ ലൈൻ ഓഫ് കോഡ് ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. കമ്പൈലറിലാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ കമ്പൈലർ ആണെങ്കിൽ ആദ്യം ആ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുന്ന അതിനെ ഒന്ന് സ്റ്റോർ ചെയ്യണം, എന്നിട്ടേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ടെമ്പററി ആയിട്ട് ആ സ്റ്റോർ ചെയ്യുന്ന ആ കോഡിനെയാണ് ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്.
അതേസമയം ഇൻ്റർപ്രറ്ററിലാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ എടുക്കും, അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അടുത്ത രണ്ടാമത്തെ ലൈനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഈ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വരുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. പക്ഷേ ഇതിലാണെങ്കിൽ കമ്പൈലറിലാണെങ്കിൽ ഇപ്പോൾ 20-30 ലൈൻസ് ഉള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അതിനെ മുഴുവൻ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ആ ട്രാൻസ്ലേറ്റ് ചെയ്തതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടായിരിക്കും, ഇവിടെ ഒരു ഫയലായിട്ട് സ്റ്റോർ ചെയ്തിട്ടായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇറ്റ് ജനറേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയും. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് കുറച്ച് ഡെപ്തിലുള്ള പോയിൻ്റാണ്, നിങ്ങൾ പഠിക്കണമെന്ന് തന്നെ ഇല്ല, റഫായിട്ടൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ കമ്പൈലറാണെങ്കിൽ കമ്പൈലേഷൻ ഈസ് ഡൺ ബിഫോർ എക്സിക്യൂഷൻ, അതായത് ആദ്യം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഫുൾ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു രീതിയാണ് ഇൻ്റർപ്രറ്ററിലുള്ളത്. അതായത് കമ്പൈലേഷനും എക്സിക്യൂഷനും ഒരുമിച്ച് നടക്കും. പിന്നെ ഉള്ളത് മെമ്മറി റിക്വയർമെൻറ്റ്. ഈ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്ന ആ സംഭവം ഉള്ളതുകൊണ്ട് കൂടുതൽ മെമ്മറി സ്പേസ് കമ്പൈലറിന് ആവശ്യമുണ്ട്. ഇൻ്റർപ്രറ്ററിനാണെങ്കിൽ അത് ആവശ്യമില്ല. പിന്നെ കമ്പൈലറിനുള്ളൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 30 ലൈൻസ് ഉള്ള കോഡ്സിൽ ഒരു 5 എറർ ഉണ്ടെങ്കിൽ അതിനെ മുഴുവനും മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര എറർ ഉണ്ടോ ആ എററിനെ മുഴുവൻ അത് ലിസ്റ്റ് ചെയ്യും. അതാണ് കമ്പൈലറിൻ്റെ രീതി. അതേസമയം ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും അതിൽ എറർ കാണിക്കുന്നത്. ആദ്യത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് ആ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കും, അത് കഴിഞ്ഞിട്ട് അത് രണ്ടാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പം എല്ലാ എറേഴ്സും ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയാണ് കമ്പൈലറിനുള്ളത്. പിന്നെ കമ്പൈലർ എറർ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയും കമ്പൈലർ. ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് പറയും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ 8 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും ചിലപ്പോൾ എക്സാമിന് 4 മാർക്സിനും എല്ലാം ചോദിക്കും. ഓർമ്മയിൽ വരുന്ന പോയിന്റ്സ് മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഹൈ ലെവൽ ലാംഗ്വേജസും ലോ ലെവൽ ലാംഗ്വേജസും എന്താണെന്നും, അത് മാത്രമല്ല മെഷീൻ ലാംഗ്വേജ് എന്താണെന്നും അസംബ്ലി ലാംഗ്വേജ് എന്താണെന്നും ഹൈ ലെവൽ ലാംഗ്വേജസ് എന്താണെന്നും കമ്പൈലർ ഇൻ്റർപ്രറ്റർ എന്തൊക്കെയാണെന്നും സോഴ്സ് കോഡ് ഒബ്ജക്റ്റ് കോഡ് എന്തൊക്കെയാണെന്നും ഡിഫൈൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് എന്താണ് മെഷീൻ ലാംഗ്വേജ്, എന്താണ് അസംബ്ലി ലാംഗ്വേജ്, എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജസ്, പിന്നെ എന്താണ് സോഴ്സ് കോഡ്, എന്താണ് ഒബ്ജക്റ്റ് കോഡ്, എന്താണ് അസംബ്ലർ, എന്താണ് കമ്പൈലർ, എന്താണ് ഇൻ്റർപ്രറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി ഇന്നത്തെ. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഇത് കമ്പൈലർ ഇൻ്റർപ്രറ്റർ തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ കാണുന്ന 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇത് എക്സാമിന് ഈ പോർഷൻസ് ചോദിക്കും എന്ന് 100% ഉറപ്പൊന്നുമില്ല, കാരണം ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഫസ്റ്റ് മോഡ്യൂളിൽ ഇനിയും ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മാത്രം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.